2 ചിത്രീകരണത്തിനിടെ പക്ഷാഘാതം വന്ന ചികിത്സയിലായിരുന്ന നടൻ ദിനേശ് മംഗളൂരു അന്തരിച്ചു. കലാസംവിധായകൻ കൂടിയായ ദിനേശിന് ഈ അടുത്താണ് സെറ്റിൽ വെച്ച പക്ഷാഘാതമുണ്ടായത്. തുടർന്ന് മംഗളൂരുവിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ചികിത്സ പൂർത്തിയാക്കി ഉടുപ്പിയിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നതിനിടെ തിങ്കളാഴ്ച അദ്ദേഹത്തിന് മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടാവുകയായിരുന്നു. KGF, കിച്ച, കിക്ക് പാർട്ടി തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ നടനാണ് ദിനേശ് മംഗളൂരു. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത KGF എന്ന ചിത്രത്തിലെ സ്വർണ്ണക്കടത്തുകാരൻ ഷെട്ടി ബായ് എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾക്കും സുപരിചിതനാണ് അദ്ദേഹം. KGFിലെ ബോംബെ ഡോൺ എന്ന ദിനേശിന്റെ കഥാപാത്രം രാജ്യത്താകമാനം ശ്രദ്ധ നേടിയിരുന്നു. നാടകം, സംവിധാനം, അഭിനയം തുടങ്ങിയ മേഖലകളിലായി വ്യാപിച്ചു കിടന്ന കരിയറിലൂടെ കന്നഡ ചലച്ചിത്ര വ്യവസായത്തിന് ദിനേശ് നൽകിയ സംഭാവനകൾ ഏറെയാണ്. രണവിക്രമ, അമ്പരി, സവാരി, എന്തിന പ്രീതിയെ സംബാല, ദുർഗ തുടങ്ങിയ നിരവധി സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു. അഭിനയത്തിനു പുറമെ കലാസംവിധായകനായും ശ്രദ്ധ നേടിയിട്ടുണ്ട്. നമ്പർ 73, ശാന്തി നിവാസ് തുടങ്ങിയ കന്നഡ സിനിമകളിലെ കലാസംവിധായകനാണ്. കാന്താര 2 സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് മരണമടയുന്ന 4ാമത്തെ നടനാണ് ദിനേശ്. സിനിമയുമായി ബന്ധപ്പെട്ട തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. ഇതിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും ചർച്ചകൾ നടക്കുകയാണ്. മരണപ്പെട്ടവരിൽ 2 പേർ മലയാളിയാണ്. ജൂൺ 12-ന് തൃശൂർ സ്വദേശിയായ നടൻ കലാഭവൻ ബിജു VK ഹൃദയാഘാതത്തെ തുടർന്ന് അഗുംബയിലെ ഷൂട്ടിംഗ് സെറ്റിൽ മരിച്ചിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് അഗുംബയിലെ ഹോം സ്റ്റേയിൽ താമസിക്കുന്നതിനിടെ പുലർച്ചെ നെഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്ന് ബിജുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മെയ് മാസത്തിൽ സിനിമയുടെ കൊല്ലൂരിലെ സെറ്റിലുണ്ടായ അപകടത്തിൽ വൈക്കം സ്വദേശിയായ ജൂനിയർ ആർട്ടിസ്റ്റ് MF കബീൽ മുങ്ങി മരിച്ചിരുന്നു. ഷൂട്ടിംഗ് ഇടവേളയിൽ പുഴയിലിറങ്ങിയപ്പോഴായിരുന്നു അപകടം. കന്നഡയിലെ പ്രമുഖ ഹാസ്യതാരം രാജേഷ് പൂജാരിയും മെയ്യിൽ ഹൃദയാഘാതത്തെ തുടർന്ന് സെറ്റിൽ മരണപ്പെട്ടിരുന്നു. ഇതിനു മുമ്പ് മുധൂരിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെടുകയും നിരവധി പേർ സാരമായ പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത്. സമാനമായി ശിവമോഗ ജില്ലയിലെ മസ്ജിനിഘട്ട മേഖലയിലെ മണി ജലസംഭരണിയിലെ ചിത്രീകരണത്തിനിടെ ഋഷഭ് ഷെഡ്ഡി അടക്കമുള്ളവർ യാത്ര ചെയ്തിരുന്ന ബോട്ട് വെള്ളത്തിൽ മറിഞ്ഞിരുന്നു. ചിത്രീകരണത്തിന് ആവശ്യമായ ക്യാമറകളും മറ്റുപകരണങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ജലസംഭരണിക്ക് ആഴം കുറവായതിനാലാണ് അപകടം സംഭവിക്കാതെ രക്ഷപ്പെട്ടത്. കഴിഞ്ഞ വർഷം വൻ വിജയമായി മാറിയ കാന്താരയുടെ 2ാം ഭാഗമാണ് കാന്താര 2. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ആദ്യ ഭാഗത്തിന് മുമ്പുള്ള കഥയാണ് പറയുന്നത്. ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമാണ് കാന്താര. ഒക്ടോബർ 2-നാണ് കാന്താര 2-ന്റെ റിലീസ്.